അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമസ്ത പാദവാർഷിക പരീക്ഷ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റാണ് ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ആപ്പ് ഉണ്ട് മദ്രസ മലയാളം, പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. അത് പോയി ഇൻസ്റ്റാൾ ചെയ്യുക. മദ്രസയുമായി ബന്ധപ്പെട്ട നോട്ട്സുകളും മറ്റു കാര്യങ്ങൾ എല്ലാ PDF-കളും അതിൽ ലഭ്യമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഈ വരാനിരിക്കുന്ന ജൂലൈ മാസത്തിലാണ് പാദവാർഷിക പരീക്ഷ തീരുമാനിച്ചിട്ടുള്ളത്. പാദവാർഷിക പരീക്ഷയ്ക്ക് ഓരോ ക്ലാസ്സുകളിൽ നിന്നും വരാവുന്ന പാഠഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. ഇനി അത് ഒരു PDF രൂപത്തിൽ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ അതിൽ നിന്ന് തന്നെ ആ PDF ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും, തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ മോഡൽ പേപ്പറുകൾ 2ൻ്റെയും 3ൻ്റെയും പാദവാർഷിക പരീക്ഷ പേപ്പർ ആവശ്യമുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് തന്നെ പരീക്ഷ നടത്താവുന്നതാണ്. അപ്പോൾ സമസ്ത പാദവാർഷിക പരീക്ഷ തീരുമാനിച്ചിട്ടുള്ളത് ജൂലൈ മാസത്തിലാണ് കേട്ടോ. വരാനിരിക്കുന്ന ജൂലൈ മാസത്തിലാണ് നമ്മുടെ പാദവാർഷിക പരീക്ഷ വരുന്നത്. അതോടുകൂടെ തന്നെ പൊതുപരീക്ഷയുടെ സർക്കുലറും ഈ സമയത്ത് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാദവാർഷിക പരീക്ഷ ജൂലൈ 18-ന് പാദവാർഷിക പരീക്ഷ ആരംഭിച്ചുകൊണ്ട് 23-ഓടുകൂടെ ജൂലൈ 23-ഓടുകൂടെ പരീക്ഷ അവസാനിക്കുന്ന രീതിയിലാണ്. ടൈം ടേബിൾ നിലവിൽ വന്നിട്ടില്ല. ഇൻഷാ അല്ലാഹ് വരുമ്പോൾ ഞാൻ ഇൻഷാ അല്ലാഹ് വീഡിയോയിൽ അറിയിക്കാം. അതുപോലെ തന്നെ നമ്മൾ മുഹറം മാസം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പരീക്ഷ ഉണ്ടാവുക. അതായത് ഷവ്വാൽ മുതൽ മുഹറം ഉൾപ്പെടെയുള്ള പാഠഭാഗം അതിൻ്റെ ഉള്ളിലുള്ള സിലബസ് അനുസരിച്ച് ആ പാഠഭാഗങ്ങളിലെ ഉള്ളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് വരിക. അപ്പോൾ ഓരോ ക്ലാസ്സുകളിൽ നിന്നും എത്ര പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് വരുന്നത് എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കി വെക്കാം. ആദ്യമായിട്ട് ഒന്നിൽ നിന്ന് നമുക്ക് പരീക്ഷയ്ക്ക് വരുന്നത് ആദ്യത്തെ തഫ്ഹീമാണല്ലോ. ആകെ എടുക്കുന്നത് തഫ്ഹീമാണ്. ആ തഫ്ഹീമിലെ ആദ്യത്തെ 14 പാഠങ്ങളുടെ ഉള്ളിൽ നിന്നും എവിടുന്ന് വേണമെങ്കിലും ചോദിക്കാം തഫ്ഹീമിൻ്റെ. അതേപോലെ തന്നെയാണ് അതിൽ തന്നെ ഒരു പേപ്പറിൽ തന്നെയാണ് എഴുത്തു പരീക്ഷയും വായന പരീക്ഷയും വരിക. എഴുതാനുള്ള പരീക്ഷ അത് ഒരു പുറത്തും മറ്റത് വായനാ പരീക്ഷ മറ്റേ പുറത്തുമായിരിക്കും. പിന്നെ അതുപോലെ രണ്ടിൽ നിന്ന് നമുക്ക് ഖുർആനുണ്ട്, അതുപോലെ തന്നെ ഹിഫ്ളും ഉണ്ട്. ഖുർആന് സൂറത്തുൽ ഫാത്തിഹ, അതുപോലെ സൂറത്തുൻ നബ, അതുപോലെ സൂറത്തുൻ നാസിആത്ത്, സൂറത്ത് അബസ, അതുപോലെ തക്വീർ, ഈ പറയുന്ന സൂറത്തുകളാണ് ഖുർആൻ, അതായത് ഓതി കൊടുക്കാനുള്ള ഭാഗം. ഹിഫ്ളാണെങ്കിൽ സൂറത്തുൽ ഫാത്തിഹ, അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലക്ക്, സൂറത്തുൽ നാസ്. ഇതാണ് പരീക്ഷയ്ക്ക് വരുന്നത്, ഹിഫ്ള് പരീക്ഷയ്ക്ക്. പിന്നെ ഓരോ വിഷയത്തിൽ നിന്നും ഫിഖ്ഹിൽ 4 പാഠങ്ങളും, ലിസാനിൽ 4 പാഠം, അഖീദയിൽ 4 പാഠം, ദുറൂസിൽ 4 പാഠം. എഴുത്തു പരീക്ഷ മുഴുവനും 4 പാഠങ്ങളാണ്. പിന്നെ മൂന്നില് ഖുർആനും ഹിഫ്ളും തദ്രീബു തിലാവ ഒന്നിച്ചിട്ടുള്ള പരീക്ഷയായിരിക്കും. അതിൽ തന്നെ എഴുത്തും ഉണ്ടാകും, അതുപോലെ ഹിഫ്ള് ഓതിപ്പിക്കുന്ന ഉണ്ടാകും, അതുപോലെ ഖുർആൻ അതും ഉണ്ടാകും. ഇതിൽ ഓതിക്കൊടുക്കേണ്ടത് സൂറത്തുൽ മുജാദില മുതൽ സൂറത്തുൽ മുർസലാത്ത് വരെയുള്ള അതിൻ്റെ ഇടയിൽ നിന്നുള്ള ഭാഗങ്ങളാണ്. അതുപോലെ തന്നെ ഹിഫ്ള് വരുന്നത് സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ അൽ ഖാരിഅ, സൂറത്തുൻ നാസ് വരെ. അതുവരെ അതിൻ്റെ ഇടയിൽ നിന്ന് ഏത് സൂറത്ത് ഓതിപ്പിക്കട്ടോ. പിന്നെ നമ്മൾ തദ്രീബു തിലാവ എന്നുള്ളൊരു വിഷയമുണ്ട്. അതിൽ ഹുറൂഫു ഷഫത്തൈനി എന്ന് പറയുന്ന പാഠം, ഹുറൂഫുൽ ജൗഫ് എന്ന് പറയുന്ന പാഠം, ഹുറൂഫുൽ ലിസാൻ, അത് 1ഉം 2ഉം. ഹുറൂഫുൽ ലിസാൻ എന്ന് പറഞ്ഞിട്ട് 1-ാം ഭാഗമുണ്ട്, 2-ാം ഭാഗമുണ്ട് പാഠത്തിൻ്റെ പറയുന്നത് കേട്ടോ. അപ്പോൾ ആ പാഠത്തിൽ നിന്നും ചോദ്യങ്ങളൊക്കെ വരാം. പിന്നെ ഓരോ വിഷയത്തിലും എഴുത്തു പരീക്ഷയ്ക്ക് ഓരോ വിഷയത്തിലും അഖീദ 4 പാഠങ്ങളാണ്, ഫിഖ്ഹ് 6 പാഠമാണ്, ലിസാന് 4 പാഠമാണ്, ദുറൂസുൽ ഇഹ്സാൻ 4 പാഠമാണ്, താരീഖ് 6 പാഠമാണ്. ഇനി അതുപോലെ 4-ൽ വരുന്നത് ഖുർആനും ഹിഫ്ളും തദ്രീബു തിലാവ 3ൻ്റെ പറഞ്ഞതുപോലെ തന്നെയാണ് 4-ലുണ്ടാവുക. അതായത് ഖുർആന് സൂറത്തുൽ ഫുർഖാൻ മുതൽ സൂറത്തുൽ അൻകബൂത്ത് എന്ന് പറയുന്ന സൂറത്ത് വരെയാണ് ഖുർആൻ ഓതിപ്പിക്കുക. അതേപോലെ ഹിഫ്ളാണെങ്കിൽ സൂറത്തുൽ മുർസല, സൂറത്തുൽ ജൽസല എന്നത് മുതൽ സൂറത്തുൽ നാസ് വരെയുള്ള ഏത് പാഠഭാഗത്തു നിന്നും ചോദിക്കാം. അതുപോലെ തന്നെ സൂറത്തുൽ ബയ്യിന, സൂറത്തു
അഅല, സൂറത്തു അലഖ്, ഈ പറയുന്ന സൂറത്തുകളും ഹിഫ്ലാക്കി വെക്കുക. ചിലപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ 3 പഠിച്ചു പോയതൊക്കെ ചിലപ്പോൾ ചോദിക്കട്ടോ, ഹിഫ്ലുകൾ അത് മറന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇനി പറയുന്നത് തദ്രീബു തിലാവയാണ്. തദ്രീബു തിലാവയിൽ നിന്ന് അഹ്കാമുൽ മീമി സാക്കിന എന്ന് പറയുന്നതും, അതുപോലെ ഹുറൂഫുൽ ഖൽഖലത്ത് എന്ന് പറയുന്ന പാഠം, അതുപോലെ ഹുറൂഫുൽ ഇസ്തിലാഹിൻ്റെ അക്ഷരങ്ങളെ പറയുന്ന പാഠം, ഈ പാഠങ്ങളിൽ നിന്നാണ് ഉണ്ടാവുക. പിന്നെ അതുപോലെ ഓരോ എഴുത്തു പരീക്ഷ, ഓരോ വിഷയത്തിലെ എഴുത്തു പരീക്ഷ, അഖീദ 4 പാഠം, ഫിഖ് 6 പാഠം, ലിസാന് 3 പാഠം, ദുറൂസുൽ ഇഹ്സാന് 4 പാഠം, താരീഖ് 5 പാഠം, ഇങ്ങനെയാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. ഇനി 5ാം ക്ലാസ്സിൽ ഓരോ വിഷയത്തിൽ നിന്ന് എത്ര പാഠങ്ങൾ വരും? ആദ്യം ഖുർആനും ഹിഫ്ളും പറയാം. ഖുർആനിൽ നിന്ന് സൂറത്ത് അൻഫാൽ മുതൽ, അതുപോലെ സൂറത്തുൽ അൻഫാൽ ഉണ്ടാവും, അതുപോലെ സൂറത്തുൽ തൗബ, സൂറത്ത് യൂനുസ്, സൂറത്ത് ഹൂദ്, സൂറത്ത് യൂസുഫ്, ഇങ്ങനെ പറയുന്ന ഈ സൂറത്തുകളിൽ നിന്നൊക്കെ എവിടുന്ന് വേണമെങ്കിലും ഓതിപ്പിക്കാം. അതുപോലെ ഹിഫ്ള് വരുന്നത് സൂറത്ത് യാസീന് 32 ആയത്താണ്. ഇനി ഓരോ വിഷയത്തിലെയും പാഠഭാഗങ്ങൾ, തജ്വീദ് 4 പാഠമാണ് വരുന്നത്, ഫിഖഹിൽ നിന്ന് 6 പാഠം വരും, ലിസാനിൽ നിന്ന് 4 പാഠം, ദുറൂസുൽ ഇഹ്സാൻ ആണെങ്കിൽ 5 പാഠം, താരീഖ് ആണെങ്കിൽ 5 പാഠങ്ങൾ, ഇങ്ങനെയാണ് വരിക. ഇനി 6ൽ നോക്കാം. 6ൽ ഖുർആനും ഹിഫ്ളും. ഖുർആന് സൂറത്തുൽ ഫാത്തിഹ, അതുപോലെ സൂറത്തുൽ ബഖറ, സൂറത്തു ആലിംറാൻ 181 വരെ. ഇനി ഹിഫ്ളാണ് അൽ ഫജ്റും അതുപോലെ സൂറത്തുൽ ബലദും, ഈ 2 സൂറത്തുകളാണ് പാദവാർഷിക പരീക്ഷയ്ക്ക്. പിന്നീട് എഴുത്തു പരീക്ഷയായിട്ട് തജ്വീദ് 5 പാഠം വരും, ഫിഖ് 6 പാഠം, ലിസാന് 4 പാഠം, ദുറൂസുൽ ഇഹ്സാന് 5 പാഠം, താരീഖ് 5 പാഠം. ഉപപാഠ പുസ്തകത്തിൽ നിന്നും 4 പാഠങ്ങളാണ് വരിക. ഓരോ മാസത്തിലും ഓരോ പാഠം എടുക്കല്ലേ ചെയ്യുക. അപ്പോൾ ഉപപാഠ പുസ്തകത്തിൽ അങ്ങനെ പരീക്ഷയ്ക്കായിട്ട് നമ്മൾ ഈ പറയുന്ന ഓരോ മാസത്തിൽ നടത്തുന്ന മാർക്കാണ് എന്ത് ചെയ്യുക, പരീക്ഷയ്ക്ക് ദുറൂസുൽ ഇഹ്സാനിന് മാർക്ക് കൂട്ടി കൊടുക്കുക, അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലാതെ ദുറൂസുൽ ഇഹ്സാൻ മൊത്തത്തിൽ 50-ലല്ല വരിക. ഈ മാർക്ക് ഉപപാഠ പുസ്തകത്തിലെ ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ദുറൂസുൽ ഇഹ്സാനിലൂടെ വരും. ഇനി 7ാം ക്ലാസ്സിൽ ഖുർആനും അതുപോലെ ഹിഫ്ളും. ഇതിൽ ഖുർആന് ജുസ് 21, 22, 23, 24 ഈ ജുസുകളാണ് പരീക്ഷയ്ക്ക് വരാവുന്നത്. പിന്നെ സൂറത്തുൽ ഹിഫ്ള് വരുന്നത് സൂറത്തുൽ വാഖിഅ 37ാമത്തെ ആയത്ത് വരെയാണ് ഉണ്ടാവുക. പിന്നെ എഴുത്തു പരീക്ഷയായിട്ട് തജ്വീദ് 4 പാഠങ്ങൾ, ഫിഖ് 6 പാഠം, ലിസാന് 4 പാഠങ്ങൾ, ദുറൂസുൽ ഇഹ്സാന് 4 പാഠങ്ങൾ, താരീഖ് 4 പാഠങ്ങൾ, അതുപോലെ തന്നെ ഉപപാഠ പുസ്തകം അതും ഇതുപോലെ 4 പാഠങ്ങളാണ് ഉണ്ടാവുക. പിന്നെ 8ൽ വരുന്നത് ഓരോ വിഷയത്തിൽ നിന്നും എത്ര പാഠങ്ങളാണെന്നും, അതുപോലെ ഖുർആനും ഹിഫ്ളും ഉണ്ടാവും കേട്ടോ. 8ൽ നമുക്ക് ഇപ്രാവശ്യം അറിയാമല്ലോ, ഖുർആൻ ഹിഫ്ളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതുപോലെ ഉപപാഠ പുസ്തകം എന്ന് പറയുന്ന വിഷയവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഖുർആനിൽ നിന്ന് ജുസ് 11, 12, 13, 14 ഈ ഒരു ജുസുകളാണ് പരീക്ഷയ്ക്ക് വരിക. ഹിഫ്ളായിട്ട് സൂറത്തുൽ അഅല, അതുപോലെ സൂറത്തുൽ ഗാഷിയ, സൂറത്തുൽ ഫജ്ർ, സൂറത്തുൽ ബലദ് ഈ സൂറത്തുകളൊക്കെ പരീക്ഷയ്ക്ക് വരും. ഇനി ഓരോ വിഷയത്തിൽ നിന്നും എഴുത്തു പരീക്ഷയ്ക്ക് വരുന്നത് ഫിഖ് 6 പാഠങ്ങൾ, ലിസാന് 4 പാഠങ്ങൾ, ദുറൂസുൽ ഇഹ്സാൻ 3 പാഠം, താരീഖ് 5 പാഠം, ഉപപാഠ പുസ്തകം 4 ചാപ്റ്ററുകൾ. ഇനി 9ൽ ഖുർആൻ ഹിഫ്ളൊന്നുമില്ല, ഫിഖഹിൽ 5 പാഠം, ലിസാനിൽ 4 പാഠം, ദുറൂസുൽ ഇഹ്സാനിലും 4 പാഠം, താരീഖിൽ 8 പാഠം വരും കേട്ടോ. താരീഖിൽ പാദവാർഷിക പരീക്ഷയ്ക്ക് 8 പാഠം വരും. ഇനി 10ാം ക്ലാസ്സിൽ 10ൽ ഫിഖ് 6 പാഠങ്ങളാണ്, ലിസാനിലും 6 പാഠമാണ്, ദുറൂസുൽ ഇഹ്സാനിൽ 4 പാഠങ്ങൾ വരും, തഫ്സീറിൽ 9 പാഠം വരും. തഫ്സീറിൽ 9 പാഠങ്ങളാണ്. ഇനി +1ൽ ഫിഖ് 6 പാഠങ്ങൾ, ലിസാനിൽ 4 പാഠങ്ങൾ, ദുറൂസുൽ ഇഹ്സാനിൽ 5 പാഠം, തഫ്സീറിൽ 5 പാഠം, ഇങ്ങനെയാണ് വരുന്നത്. അതുപോലെ +2 ഫിഖഹിൽ 5 പാഠം, ലിസാനിൽ 4 പാഠം, ദുറൂസുൽ ഇഹ്സാനിലും 4 പാഠം, തഫ്സീറിലും 4 പാഠം. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ ക്ലാസ്സിലെയും ഓരോ വിഷയത്തിൽ നിന്നും പാദവാർഷിക പരീക്ഷയ്ക്ക് വരാവുന്ന പാഠങ്ങൾ.
അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നന്നായി പഠിക്കുക. ഇൻഷാ അല്ലാഹ് ജൂലൈ മാസത്തിലാണ് പരീക്ഷ. എല്ലാവർക്കും നന്നായി എഴുതാൻ കഴിയട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.